ദൈവത്തിന് സ്തോത്രം. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം പ്രാർത്ഥന എന്ന സബ്ജക്റ്റാണല്ലോ. ഇന്നും ആ വിഷയത്തെക്കുറിച്ച് വീണ്ടും ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. രണ്ട് വേദഭാഗങ്ങൾ നമുക്ക് പ്രാരംഭമായിട്ട് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 1-ാമത്തെ വാക്യം. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്നുള്ളതിന് യേശു അവരോട് ഒരു ഉപമ പറഞ്ഞത്. ഫിലിപ്പിയാലേഖനം 4-ാം അധ്യായം 6-ാമത്തെ വാക്യം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോടെ അറിയിക്കത്രേ വേണ്ടത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മോട് പറയുന്നു, മടുത്തു പോകരുത്, പ്രാർത്ഥിക്ക്, എപ്പോഴും പ്രാർത്ഥിക്കുക. ഏത് വിഷയം വന്നാലും പ്രാർത്ഥിക്ക്, മറുപടിയുണ്ട്. അത് ഉറപ്പിക്കുവാൻ ഒരു ഉപമ കർത്താവ് പറഞ്ഞതാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. പരിശുദ്ധാത്മാവ് വീണ്ടും പൗലോസ് അപ്പോസ്തലനിലൂടെ ഒന്നുകൂടെ ഉറപ്പിച്ച് പറയുകയാണ്, അതുകൊണ്ട് നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്ര വേണ്ടത്. വാങ്ങിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഏതാവശ്യവും ചോദിക്കാമെന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് ഉറപ്പ് നൽകുന്നു. പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. പ്രാർത്ഥിച്ചാൽ നമ്മുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം ദൈവം മറുപടി നൽകുമെന്ന് പഠിപ്പിച്ചത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. നാം വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥന എന്തു യാചിച്ചാലും നമുക്ക് ലഭിക്കുമെന്നും നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ചു. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നാം ആ ഭാഗങ്ങൾ ചിന്തിച്ചതാണ്. പ്രാർത്ഥനയിൽ നമ്മളെ പ്രധാനപ്പെട്ട കാര്യം വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. മത്തായി സുവിശേഷം 21-ാം അധ്യായം 22-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറയുന്നത്, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥന എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നാം പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ദൈവം നൽകുമെന്നുള്ള വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കണം. യാക്കോബിൻ്റെ ലേഖനത്തിൽ നമ്മൾ ചിന്തിച്ചതാണ്. ഇതേ കാര്യം തന്നെ മർക്കോസ് സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം വാക്യത്തിൽ മർക്കോസ് സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്, നിങ്ങൾ യാചിക്കുന്നതൊക്കെയും നിങ്ങൾ പ്രാർത്ഥിച്ചതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾക്കുണ്ടാകും. നോക്കുക, ഒന്ന്, നാം പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നാം പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ദൈവം നൽകി തരുമെന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. നാം പ്രാർത്ഥിച്ചതിന് ശേഷം ദൈവം നൽകി തന്നിരിക്കുന്നു എന്ന് നാം വിശ്വസിക്കുമ്പോൾ നമുക്ക് അത് കാണുവാൻ കഴിയും എന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. നമ്മുടെ കർത്താവ് പ്രാർത്ഥനയെക്കുറിച്ച് അനേക കാര്യങ്ങൾ പറഞ്ഞത് നമ്മൾ ചിന്തിപ്പാനിടയായിത്തീർന്നു. നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന മറുപടികൾ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമാണെന്ന് നമുക്ക് ചിന്തിപ്പാനിടയായിത്തീർന്നു. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മെ വഴക്ക് പറയുകയില്ല, ഭത്സിക്കുകയില്ല, ശാസിക്കുകയില്ല. നാം ചോദിക്കുമ്പോൾ ഇതെന്തിനു ചോദിച്ചു, ഇത്രയും വേണോ, ഇതാണോ ചോദിക്കുന്നത്, ഒരിക്കലും ദൈവം ഭത്സിക്കുകയില്ല എന്ന് യാക്കോബിൻ്റെ ലേഖനത്തിൽ നമ്മൾ ചിന്തിച്ചതാണ്. മറ്റൊന്ന്, എല്ലാവർക്കും ദൈവം മറുപടി തരുമെന്ന് യാക്കോബിൻ്റെ ലേഖനത്തിൽ നമ്മൾ ചിന്തിച്ചു. എല്ലാവർക്കും, ചോദിക്കുന്ന എല്ലാവർക്കും. മറ്റൊന്ന്, ഔദാര്യമായി നൽകുന്ന ദൈവമാണ്, ഫ്രീ ആയി നൽകുന്ന ദൈവമാണ് നമ്മൾ ചിന്തിച്ചു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോവുകയാണ്. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ആരാണ്, ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ദൈവത്തിൻ്റെ വചനത്തിൽ എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, അതാണ് നമ്മൾ ഇന്ന് ചിന്തിപ്പാൻ പോകുന്നത്. വിശുദ്ധ ബൈബിളിലൂടെ വെളിപ്പെട്ട ദൈവത്തെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവം വിശുദ്ധ ബൈബിളിലൂടെ നമുക്ക് വേണ്ടി വെളിപ്പെട്ട ഭാഗമാണ്
തിരുവനന്തപുരത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. വിശുദ്ധ ബൈബിളിലെ തീം വീണ്ടെടുപ്പ് എന്നുള്ള തീമാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, പാപത്തിൽ വീണുപോയ മനുഷ്യവർഗത്തെ യേശുക്രിസ്തുവിലൂടെ ദൈവം വീണ്ടെടുക്കുന്ന വിഷയമാണ് ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിന് മുഖവുരയുണ്ട്, ഉപസംഹാരമുണ്ട്. മുഖവുര ഈ പുസ്തകത്തിൻ്റെ ആദ്യത്തെ 2 അധ്യായം, ഉൽപ്പത്തി പുസ്തകമാണ് ആദ്യത്തെ പുസ്തകം, അതിൻ്റെ 1ഉം 2ഉം അധ്യായങ്ങൾ മുഖവുരയായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഉപസംഹാരം എന്ന് പറയുന്നത് ഈ പുസ്തകത്തിൻ്റെ അവസാനത്തെ 2 അധ്യായമാണ്. വെളിപ്പാട് പുസ്തകമാണ് അവസാനത്തെ പുസ്തകം. അതിൻ്റെ 21, 22 അധ്യായങ്ങളിലാണ് ഉപസംഹാരം നമുക്ക് കാണുവാൻ കഴിയുന്നത്. ബൈബിൾ തുടങ്ങുമ്പോൾ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നെഴുതിയിരിക്കുന്നു. ദൈവത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത് നിത്യനായ ദൈവമാണ്, നിത്യതയിൽ വസിക്കുന്ന ദൈവമാണ്. നിത്യതയ്ക്ക് ആദിയില്ല, അന്തമില്ല. പിന്നെ എങ്ങനെയാണ് ആദി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്? വേദശാസ്ത്രപരമായി നാം ചിന്തിക്കുമ്പോൾ നിത്യതയ്ക്കകത്ത് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ദൈവവചനം പഠിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ദൈവം ഒരു ബ്രാക്കറ്റ് ഉണ്ടാക്കി. ആ ബ്രാക്കറ്റിൻ്റെ പേര് സമയം അല്ലെങ്കിൽ കാലം എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഈ ആദി എന്ന് പറയുന്നത് ദൈവം നിത്യതയ്ക്കകത്ത് വച്ചിരിക്കുന്ന ബ്രാക്കറ്റിൻ്റെ ആദിയാണ്, അഥവാ കാലത്തിൻ്റെ ആദി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആദി ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇവിടെ വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ മനുഷ്യനാണ് പ്രധാന കഥാപാത്രം. ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന പുസ്തകമല്ല ബൈബിൾ. മനുഷ്യൻ്റെ വീണ്ടെടുപ്പിനുള്ള ബന്ധത്തിൽ ദൈവം എങ്ങനെ പ്രവർത്തിച്ചു, ദൈവത്തിൻ്റെ സ്നേഹം എന്താണ്, ഇതൊക്കെയാണ് വിശുദ്ധ ബൈബിളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുഖവുരയിൽ നമ്മൾ കാണുമ്പോൾ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ് ആരംഭിക്കുകയാണ്. ദൈവത്തെക്കുറിച്ച് പഠിപ്പിച്ചല്ല ആരംഭിക്കുന്നത്. ഇതിൻ്റെ മുഖവരയാണ്. മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് എന്നുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട് മുഖവരയിൽ ആദി എന്നാണോ, ഈ കാലത്തിൻ്റെ ആദി എന്നാണോ, അന്ന് ദൈവം ഈ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് എത്ര കോടി വർഷം മുമ്പാണെന്ന് കൃത്യമായ രേഖയില്ല. ഒരുപക്ഷെ ലക്ഷക്കണക്കിന് വർഷമായിരിക്കാം, ചിലപ്പോൾ ആയിരക്കണക്കിന് വർഷമായിരിക്കാം. നമുക്ക് അത് ആവശ്യമില്ലാത്തതുകൊണ്ട് ബൈബിളിൽ അത് രേഖപ്പെടുത്തിയിട്ടില്ല. എത്ര കോടി വർഷം മുമ്പാണോ, എത്ര ലക്ഷം വർഷം മുമ്പാണോ ആദി എന്നാണോ, അന്ന് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഈ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് മനുഷ്യർക്ക് വേണ്ടി ആയിരുന്നില്ല എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർക്ക് വേണ്ടിയാണ് ഈ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കും. കാരണം ഈ ആകാശവും ഭൂമിയും സൃഷ്ടിക്കുമ്പോൾ ദൂതന്മാരുണ്ട് എന്ന ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ദൈവപുത്രന്മാർ ഘോഷിച്ചുല്ലസിച്ചപ്പോഴാണ് ദൈവം ഈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടതെന്ന് തിരുവനന്തപുരത്ത് നമുക്ക് കാണുവാൻ കഴിയും. ദൂതന്മാർക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ഈ ഭൂമി, ദൂതന്മാരെ ഇവിടെ പാർപ്പിച്ചു. ബൈബിൾ പഠിക്കുമ്പോൾ ദൂതന്മാർ നിഗളിച്ചു, ദൈവം അവരെ വെട്ടി, ദൈവത്തിൻ്റെ ശത്രുക്കളായി തീർന്നു. അവരെ പിന്നീട് സാത്താൻ എന്ന് ബൈബിളിൽ വിളിച്ചിരിക്കുന്നു. ലൂസിഫറിൻ്റെ നേതൃത്വത്തിലാണ് ഒരു കൂട്ടം ദൂതന്മാർ ദൈവത്തോട് എതിർത്തുന്നത്. അവരെ ദൈവം വെട്ടി, അവർ ദൈവത്തിൻ്റെ ശത്രുക്കളായി തീർന്നു. അങ്ങനെ അവർക്ക് വേണ്ടി ഒരുക്കിയ ഈ ആകാശവും ഭൂമിയും പാഴും ശൂന്യമായി മാറിയെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യഭാഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ദൂതന്മാർ എത്ര കോടി വർഷം ഈ ഭൂമിയിൽ താമസിച്ചു എന്നുള്ള കണക്ക് നമുക്കില്ല. എത്ര ആയിരം വർഷമാണോ എത്ര ലക്ഷം വർഷമാണോ ഇത് നമുക്കറിയില്ല. ആ കാലഘട്ടം കഴിഞ്ഞപ്പോൾ ദൈവം അവരെ ശിക്ഷിച്ചു. അങ്ങനെ ഈ ആകാശവും ഭൂമിയും പാഴും ശൂന്യമായി മാറി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ പാഴും ശൂന്യമായി കിടന്ന ആകാശവും ഭൂമി എത്ര കോടി വർഷം, എത്ര ലക്ഷം വർഷം, എത്ര ആയിരം വർഷം കിടന്നുവെന്നും കൃത്യമായ കണക്ക് നമുക്ക് ബൈബിളിൽ ഇല്ല. കാരണം നമ്മുടെ മുഖവരയിൽ അത്ര വിശദീകരണം ദൈവത്തിന് വനം തരുന്നില്ല. അതിനുശേഷം ദൈവം ഈ ആകാശത്തെയും ഭൂമിയെയും, പ്രത്യേകിച്ച് ഭൂമിയെ ദൈവം പുനഃസൃഷ്ടിച്ചു, വീണ്ടും പണിതു. പാഴും ശൂന്യമായ ഭൂമിയെ ദൈവം പുനഃക്രമീകരണം ചെയ്തതാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ പിന്നീട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അന്ന് മുതലുള്ള കണക്കാണ് നമുക്ക് ദൈവവചനത്തിൽ കാണുവാൻ കഴിയുന്നത്. അതിനുശേഷം ഏതാണ്ട് 4000 വർഷങ്ങൾക്ക് ശേഷമാണ് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്. ഇപ്പോൾ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് എൻ്റെ പരിശുശ്രൂഷ നിർവഹിച്ച് മടങ്ങിപ്പോയിട്ട് ഏകദേശം 2000-ൽ പരം വർഷങ്ങളായി. അപ്പോൾ 6000 വർഷത്തെ ചരിത്രമാണ് പിന്നീട് നമുക്ക്
ദൈവത്തിൻ്റെ വചനത്തിൽ കാണുവാൻ കഴിയുന്നത്. അങ്ങനെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ഈ മുഖവരിയായിട്ട് മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് എന്നുള്ള സബ്ജക്റ്റിൽ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിന് മുമ്പുള്ള മുഖവരിയായിട്ട് 1-ാം അധ്യായത്തിൽ സകലത്തെയും ദൈവം ക്രമീകരിച്ച് ദൈവം വീണ്ടും സൃഷ്ടിച്ചു. ആദ്യം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. പിന്നീട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. 6 ദിവസം കൊണ്ട് എല്ലാ കാര്യവും ക്രമീകരിച്ച് 6-ാം ദിവസം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാമത്തെ വാക്യം, അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പറവജാതിയിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിമേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. നോക്കുക, ദൈവം വീണ്ടും ഈ ഭൂമി പുനഃക്രമീകരണം ചെയ്തപ്പോൾ അതിൻ്റെ 6-ാമത്തെ ദിവസം ദൈവം വീണ്ടും സൃഷ്ടിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. 1-ാം അധ്യായത്തിൽ പൊതുവായി എല്ലാ കാര്യങ്ങളും സൃഷ്ടിച്ച കൂട്ടത്തിൽ പ്രധാന കഥാപാത്രത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ട് 2-ാം അധ്യായത്തിൽ പ്രധാന കഥാപാത്രത്തെ എങ്ങനെ സൃഷ്ടിച്ചു എന്നുള്ള വിശദീകരണമാണ് 2-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. 2-ാം അധ്യായം 4-ാം വാക്യം, യഹോവയായ ദൈവം ഭൂമിയും ആകാശവും സൃഷ്ടിച്ച നാളിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതിൻ്റെ ഉൽപ്പത്തി വിവരം, വയലിലെ ചെടി ഒന്നും അതുവരെ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല, വയലിലെ സസ്യം ഒന്നും മുളച്ചിരുന്നതുമില്ല. യഹോവയായ ദൈവം ഭൂമിയിൽ മഴ പെയ്ച്ചിരുന്നില്ല, നിലത്ത് വേല ചെയ്യുവാൻ മനുഷ്യനുണ്ടായിരുന്നില്ല, ഭൂമിയിൽ നിന്ന് മഞ്ഞ് പൊങ്ങി നിലമൊക്കെ നനച്ചു വന്നു. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. നോക്കുക, പ്രധാന കഥാപാത്രത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ വിവരണം 2-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അതിനുശേഷം ആ മനുഷ്യന് പാർക്കുവാൻ ദൈവം ഒരു മനോഹരമായ തോട്ടം ഉണ്ടാക്കി. അതിനുശേഷം ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നുള്ള പെണ്ണിനെ സൃഷ്ടിച്ചു. അഥവാ മനുഷ്യന് ഒരു ഭാര്യയെ, ഒരു സ്ത്രീയെ ദൈവം സൃഷ്ടിച്ചു കൊടുത്തു. 2-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ അവരെ കുടുംബമായി, ഒരു കുടുംബവും ദൈവം സ്ഥാപിച്ച് കുടുംബമായി ഏദൻ തോട്ടത്തിൽ അവരെ പാർപ്പിച്ചു. ഇതാണ് മുഖവുര. എന്നാൽ ആ മനുഷ്യൻ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു. 3-ാം അധ്യായത്തിൽ വിഷയത്തിൻ്റെ അവതരണമാണ്. വീണ്ടെടുപ്പ് എന്ന സബ്ജക്റ്റിൻ്റെ ആവശ്യകത എന്താണ്, എന്തുകൊണ്ടാണ് വീണ്ടെടുപ്പ് ഉണ്ടാകേണ്ടത്? കാരണം മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയി. ദൈവത്തിൻ്റെ സ്വന്തമായിരുന്ന മനുഷ്യൻ, ദൈവത്തിൻ്റെ സൃഷ്ടിയായിരുന്ന മനുഷ്യൻ, ദൈവത്തിന് സ്നേഹം പകരുവാൻ ദൈവം സൃഷ്ടിച്ച് തൻ്റെ മക്കളെപ്പോലെ ഏദൻ തോട്ടത്തിലാക്കിയിരുന്ന മനുഷ്യർ ദൈവത്തോട് പാപം ചെയ്ത്, പാപം എന്ന വാക്ക് ലക്ഷ്യം തെറ്റുക എന്ന അർത്ഥത്തിലാണ് മൂലഭാഷയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവർ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിപ്പോയി. വിശുദ്ധനായ ദൈവത്തിന്, നീതിമാനായ ദൈവത്തിന് നീതി വിട്ടൊന്നും ചെയ്യുവാൻ കഴിയാത്തതുകൊണ്ട് അവരെ ആ ഏദൻ തോട്ടത്തിൽ നിന്ന് അടിച്ച് പുറത്താക്കുകയാണ്. പുറത്താക്കുന്നതിന് മുമ്പ് ദൈവം ഒരു കാര്യം പ്രഖ്യാപിച്ചു. പാമ്പിനോട് പറയുമ്പോൾ 3-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വാക്യം, ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും, അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. ദൈവം പ്രഖ്യാപിച്ചു, സ്ത്രീയുടെ സന്തതി വന്ന് ഈ സർപ്പത്തിൻ്റെ തല തകർത്ത് മനുഷ്യർക്ക് വിമോചനം നൽകുമെന്ന് ദൈവം പ്രഖ്യാപിച്ചു. ഗലാത്യ ലേഖനത്തിൽ വരുമ്പോൾ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് 4-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ
സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴെ ജനിച്ചവരായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. അപ്പോൾ കാലസമ്പൂർണതയിൽ യേശുക്രിസ്തു സ്ത്രീയുടെ സന്തതിയായി വന്ന് സർപ്പത്തിൻ്റെ തല തകർത്തു. എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് നമ്മുടെ കർത്താവായ യേശുവും ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിക്ക് അടിമകളായിരുന്നവരൊക്കെ വിടുവിച്ചു. ഇതാണ് സുവിശേഷത്തിൻ്റെ സന്ദേശം. അതിനുവേണ്ടി കർത്താവായ യേശുക്രിസ്തു സ്ത്രീയുടെ സന്തതിയായി ഭൂമിയിൽ വന്ന് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി, മനുഷ്യവർഗം പാപം ചെയ്യുമ്പോൾ മരിക്കുമെന്നുള്ള ദൈവത്തിൻ്റെ നിയമമനുസരിച്ച് ആ നിയമത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുവാൻ, പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിന് നിത്യമായ നരകത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുവാൻ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. ഇതാണ് ബൈബിൾ സന്ദേശം, ഇതാണ് സുവിശേഷം. അതിനുവേണ്ടി ദാവീദിന്റെ സന്തതിയായ യേശു ഈ ഭൂമിയിൽ ജനിച്ചു, ജീവിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. പൗലോസ്ലീഹ പറയുന്നു, ഇതാണ് സുവിശേഷം. അപ്പോൾ ഈ ബൈബിളിലെ സബ്ജക്റ്റ് മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് എന്നുള്ളതാണ്. വെളിപ്പാട് പുസ്തകം 21, 22 അധ്യായങ്ങൾ വരുമ്പോൾ പുതിയ ആകാശവും പുതിയ ഭൂമിയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അങ്ങനെ പൂർണ്ണമായി വീണ്ടെടുപ്പ് അവിടെ നടക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ മനുഷ്യൻ്റെ വീണ്ടെടുപ്പിനുള്ള ബന്ധത്തിൽ ദൈവം വെളിപ്പെട്ട വെളിപ്പാടുകളാണ് ബൈബിളിൽ ദൈവത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏക ദൈവമാണ് ബൈബിളിൽ വെളിപ്പെട്ടിരിക്കുന്ന ദൈവം. ദൈവം ഏകൻ എന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വ്യക്തമായി പറയുന്നുണ്ട്. അത് നമ്മൾ നോക്കുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 29-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, എല്ലാറ്റിലും മുഖ്യ കൽപ്പന ഏതെന്ന് യേശുവിനോട് ശാസ്ത്രിമാരിൽ ഒരുത്തൻ ചോദിച്ചു. അതിന് യേശു, എല്ലാറ്റിലും മുഖ്യ കൽപ്പനയോ, ഇസ്രായേലെ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണം എന്നാകുന്നു. രണ്ടാമത്തേതോ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നത്രേ. ഇവയിൽ വലുതായിട്ട് മറ്റൊരു കൽപ്പനയും ഇല്ല എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറയുന്നു, ദൈവം ഏകനാണ്. ഏക ദൈവത്തെക്കുറിച്ചാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. എന്നാൽ ആ ഏക ദൈവം മനുഷ്യൻ്റെ വീണ്ടെടുപ്പിനുള്ള ബന്ധത്തിൽ മൂന്നാളത്വത്തിലൂടെ പ്രത്യക്ഷമായി. എങ്ങനെയാണ് ഇത് മനസ്സിലാക്കുവാൻ കഴിയുന്നത്? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന മൂന്നാളത്വത്തിലൂടെ മനുഷ്യർക്ക് വേണ്ടി ദൈവം പ്രത്യക്ഷനായി മനുഷ്യരെ വീണ്ടെടുക്കുന്നു. ഇതാണ് ബൈബിളിലെ സബ്ജക്റ്റ്. ഇതെങ്ങനെ മനസ്സിലാക്കുവാൻ കഴിയും? ദൈവം ഒന്നാണോ, ദൈവം മൂന്നാണോ എന്ന് പലപ്പോഴും ആളുകൾക്ക് സംശയമുണ്ട്. എന്നാൽ ദൈവത്തെ നമ്മൾ കാണുന്നില്ല, വേണ്ടവണ്ണം നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. ദൈവത്തെ നമുക്ക് വേണ്ടവണ്ണം കാണുവാൻ കഴിയാത്തത് കൊണ്ട് ദൈവം എങ്ങനെയാണെന്ന് അറിയയില്ല. എന്നാൽ ബൈബിൾ നാം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനുണ്ട്. ഒരു വസ്തുവിനെ കുറിച്ച് നമുക്ക് വേണ്ടവണ്ണം അറിയില്ലെങ്കിൽ അതിൻ്റെ സാദൃശ്യവും സ്വരൂപമുള്ള ഏതെങ്കിലും ഒന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്താണ് സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഉള്ള വസ്തു എന്ന് ദൈവത്തിന് വചനം പറയുന്നത്? അത് മനുഷ്യനാണ്. നമ്മൾ വായിച്ചതാണ്, ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യൻ ഒന്നാണോ മൂന്നാണോ എന്ന് നമുക്ക് നോക്കാം. മനുഷ്യനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ
മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞു, എന്തു തിന്നും എന്തു കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് നിങ്ങളുടെ ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. നോക്കുക, നിങ്ങളുടെ ജീവൻ, പ്രാണൻ എന്ന് പറയുന്ന ഒരാളത്വം, നിങ്ങളുടെ ശരീരം എന്ന് പറയുന്ന ഒരാളത്വം. അതിനുശേഷം കർത്താവ് പറയുന്നു, മുമ്പേ ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുമ്പോൾ, അതേത് കാര്യമാണ്? നിൻ്റെ ആത്മാവിൻ്റെ ആളത്വത്തിന് വേണ്ടി നീ പ്രവർത്തിക്കുമ്പോൾ നിൻ്റെ മറ്റ് 2 ആളത്വങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. അപ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറയുന്നു, മനുഷ്യന് 3 ആളത്വമുണ്ട്. പ്രാണൻ അഥവാ ദേഹി എന്ന് പറയുന്ന ഒരാളത്വം, ദേഹം എന്ന് പറയുന്ന ഒരാളത്വം, ആത്മാവെന്ന് പറയുന്ന ഒരാളത്വം. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വാർ വിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും. നോക്കുക, 3 കാര്യം. 1 പ്രാണൻ, 2 ആത്മാവ്, 3 സന്ധിമജ്ജകൾ, ശരീരം. അവിടെ 3 ആളത്വത്തെക്കുറിച്ച് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ തെസ്സലോനിക്ക ലേഖനം 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൽ ഇതേ കാര്യം തന്നെ പരിശുദ്ധാത്മാവ് പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് 5:23. സമാധാനത്തിന് ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്ന വിശ്വസ്തനാകുന്നു, ദൈവം അത് എന്ന് വർത്തിക്കും. അപ്പോൾ ആത്മാവ്, പ്രാണൻ, ദേഹം, 3 ആളത്വങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ നാം ഒന്നാണ് എന്ന് നമുക്കറിയാം. പക്ഷെ നമുക്ക് 3 ആളത്വമുണ്ട്. 1 ദൃശ്യമായ ആളത്വം. നമ്മുടെ ആത്മാവ് നമുക്ക് കാണുവാൻ കഴിയില്ല, നമ്മുടെ പ്രാണനെ കാണുവാൻ കഴിയില്ല. അത് രണ്ടും അദൃശ്യമാണ്. നമ്മുടെ ശരീരം ദൃശ്യമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് ഒന്നാണ് എങ്കിലും അവന് 3 ആളത്വമുണ്ട്. 1 ദൃശ്യമായ ആളത്വവും 2 അദൃശ്യമായ ആളത്വവും. ഇത് തന്നെയാണ് ബൈബിളിൽ വെളിപ്പെട്ടിരിക്കുന്ന ദൈവത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 2 അദൃശ്യമായ ആളത്വവും 1 ദൃശ്യമായ ആളത്വവും. പിതാവ്, പരിശുദ്ധാത്മാവ് അദൃശ്യമായ ആളത്വം. എന്നാൽ പുത്രൻ ദൃശ്യമായ ആളത്വം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു. നമ്മളെ കാണുമ്പോൾ നമ്മുടെ ആത്മാവും നമ്മുടെ പ്രാണനും ആളുകൾ കാണുവാൻ കഴിയും. നാം ഒന്നേ ഉള്ളൂ, 3 ആളത്വമുണ്ട്. ഇതാണ് ബൈബിളിൽ ദൈവത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. ഇന്ന് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം ഏകനാണ്. എന്നാൽ നമ്മുടെ വീണ്ടെടുപ്പിനുള്ള ബന്ധത്തിൽ ദൈവം 3 ആളത്വങ്ങളിലൂടെ പ്രത്യക്ഷമായി. അതിനെക്കുറിച്ച് ബൈബിൾ പഠിക്കും നാം കാണുവാൻ കഴിയുന്ന സൃഷ്ടിയും വീണ്ടെടുപ്പും പിതാവിൽ നിന്ന് പുത്രനിലൂടെ പരിശുദ്ധാത്മാവിനാൽ സാധ്യമായി തീർന്നു. നോക്കുക, പിതാവായ ദൈവം പുത്രനിലൂടെ പരിശുദ്ധാത്മാവിലൂടെ വീണ്ടെടുപ്പ് പൂർത്തീകരിക്കുന്നതാണ് ബൈബിൾ സബ്ജക്റ്റ്. അപ്പോൾ ഈ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് നമ്മൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. 1 സൃഷ്ടിക്കുന്ന ദൈവം എന്ന് പറഞ്ഞാണ് ഇതിൻ്റെ ആദ്യത്തെ അധ്യായം നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആദ്യത്തെ വാക്യം തന്നെ സൃഷ്ടിക്കുന്ന ദൈവം. 2 പാഴുശൂന്യമായതിനെ മനോഹരമാക്കുന്ന ദൈവം. ഇന്ന് എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്, നമ്മുടെ ദൈവം സൃഷ്ടിക്കുന്ന ദൈവം. എന്താണ് സൃഷ്ടിക്കുന്ന ദൈവം? റോമാലേഖനം 4-ാം അധ്യായത്തിൽ അബ്രഹാമിന് വെളിപ്പെട്ട ദൈവം ഈ ദൈവമാണ്. അദ്ദേഹം പറയുന്നു, അവിടെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ദൈവം, മരിച്ചവരെ ജീവിപ്പിക്കുന്ന ദൈവം. ഈ 2 വെളിപ്പാടാണ് അബ്രഹാമിന് ലഭിച്ചത്. 1, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ കഴിയും. ഇന്ന് ആ കാര്യം മാത്രം ചിന്തിച്ചുകൊണ്ട് ഇന്നത്തെ വാക്കുകൾ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന ദൈവം. നമ്മുടെ ദൈവം ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ദൈവമാണ്. എന്ന് പറഞ്ഞാൽ നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ ഇല്ല, പക്ഷേ ഈ ദൈവം വിളിച്ചു വരുത്തും. ദൈവം സൃഷ്ടിക്കുന്ന ദൈവമാണ്. ഈ പീഠം, ഇതിൻ്റെ പിന്നിൽ പണിത ആളുകളുണ്ട്. തടിയും മറ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് രൂപഭേദം വരുത്തിയപ്പോഴാണ് ഈ പീഠം ഉണ്ടായത്. അത് ഉണ്ടാക്കുക എന്ന് പറയും.
എന്നാൽ ഇവിടെ തടിയില്ലാതിരിക്കുമ്പോൾ, മറ്റ് മെറ്റീരിയൽസ് ഇല്ലാതിരിക്കുമ്പോൾ, ഇവിടെ ഒരു പീഠം ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ, ഇവിടെ പീഠം വരുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് സൃഷ്ടിക്കുക എന്ന് പറയുന്നത്. ദൈവത്തിന് മാത്രമേ അത് ചെയ്യുവാൻ കഴിയുള്ളൂ. ഒന്നുമില്ലാതിരിക്കുമ്പോൾ ശൂന്യതയിൽ നിന്ന് ദൈവത്തിന് വിളിച്ചു വരുത്തുവാൻ കഴിയും. ഇതാണ് ദൈവത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ തന്നിരിക്കുന്ന വെളിപ്പാട്. അതിനെക്കുറിച്ച് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞിട്ട് 3-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഈ കാണുന്ന ലോകത്തിന്, ഈ കാണുന്ന പ്രപഞ്ചത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ഈ ലോകം, ഈ പ്രപഞ്ചം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്നുള്ളത് വിശ്വാസത്താൽ നാം അറിയുന്നു. എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പ്രപഞ്ചത്തെ, ഈ കാണുന്ന ലോകത്തെ ശൂന്യതയിൽ നിന്ന് ഉണ്ടാകട്ടെ എന്നുളവാക്കിയ ദൈവത്തിന് നമുക്ക് വേണ്ടി ഒരു വാക്ക് കൽപ്പിക്കുമ്പോൾ ഉളവാകുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കും. അപ്പോൾ സൃഷ്ടിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ നമ്മുടെ മുമ്പിലില്ല, ഒരു പക്ഷേ ഭൂമിയിലില്ല, നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. എന്നാൽ ഈ പുസ്തകത്തിൽ വെളിപ്പെട്ടിരിക്കുന്ന ദൈവം സൃഷ്ടിക്കുന്ന ദൈവമാണ്, ഉളവാക്കുന്ന ദൈവമാണ്, വിളിച്ചു വരുത്തുന്ന ദൈവമാണ്. പിതാവേ, മാതാവേ, സഹോദര, സഹോദരി, കുഞ്ഞുങ്ങളെ, ഈ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇന്ന് വിളിച്ചു വരുത്തും, നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കും. അതുകൊണ്ട് നമ്മുടെ കർത്താവ് പറയുന്നു, മടുത്തു പോകരുത്, പ്രാർത്ഥിക്ക്, മറുപടിയുണ്ട്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുള്ള ദൈവത്തോട് അറിയിക്ക്, മറുപടി ഉണ്ട്, വിടുതലുണ്ട്. വിശ്വസിക്കുവാൻ കഴിയുമോ? നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗ്ഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളൊന്നിച്ചു തിരുമുഖത്തേക്ക് നോക്കുന്നു. ഓരോരുത്തരുടെ വിഷയങ്ങൾ കർത്താവ് അറിയുന്നുണ്ടല്ലോ. മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്ന ദൈവം ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ വിഷയത്തിന്മേൽ, ഓരോ മേഖലകളിലും ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തി ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുന്ന ദൈവമേ, ഓരോരുത്തരും വിഷയങ്ങളുടെ മറുപടികളെ വിളിച്ചു വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അത്ഭുതങ്ങളെ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട ഞാൻ സ്തോത്രം ചെയ്യുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസാധ്യമായതൊന്നുമില്ല, അസാധ്യമായതൊന്നുമില്ല, ഇല്ല ഇല്ല അസാധ്യമായതില്ല, ദൈവത്താൽ അസാധ്യമൊന്നുമില്ല, ഇല്ല ഇല്ല അസാധ്യമായതില്ല, ദൈവത്താൽ അസാധ്യമൊന്നുമില്ല.